പ്രിയമുള്ളവരെ നമസ്കാരം. വന്ദേമാതര ഗീതം ചൊല്ലി അധികാരമേറ്റു പുതിയ കേരള ഗവൺമെന്റ്, പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി എന്ന ആരോപണവുമായിട്ട് രംഗത്ത് വന്നത് ഇടതുപക്ഷ നേതാവായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആയിരുന്നു. ഈ ആരോപണവുമായിട്ട് മുഹമ്മദ് റിയാസ് വരുമ്പോൾ മുഹമ്മദ് റിയാസിനെതിരായിട്ട് പ്രതിഷേധം ശക്തമായിട്ട് ഉയരുകയും ഈ ദേശീയവാദികളായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ, മലയാളികളൊക്കെ തന്നെ മുഹമ്മദ് റിയാസിനെ പഴി പറയുകയും ചെയ്തു. എന്നാൽ മുഹമ്മദ് റിയാസിനെ പഴി പറയുമ്പോൾ മറുകോണിൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് കേരള സർക്കാരെന്ന് ഒരു തരത്തിലെങ്കിലും ചിലപ്പോൾ മലയാളികൾ തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ ഇന്ന് സാക്ഷാൽ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത് രാജ്ഭവനിൽ നിന്നുള്ള അറേഞ്ച്മെന്റുകളായിരുന്നു എന്നും അങ്ങനെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലിയത് അപ്പോൾ എഴുന്നേറ്റ് നിന്ന് കേട്ടപ്പോഴാണ് തങ്ങളും തിരിച്ചറിഞ്ഞത് അത് തങ്ങളുടെ അറിവോടെ കൂടിയിട്ടായിരുന്നില്ല വന്ദേമാതരം അവിടെ ചൊല്ലിയത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ വന്ദേമാതരത്തോടുള്ള മമത കൊണ്ടൊന്നുമല്ല സത്യപ്രതിജ്ഞ ദിനത്തിൽ ആ ചടങ്ങിൽ അവിടെ ഇത്തരത്തിൽ നടന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മുഹമ്മദ് റിയാസിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ഒരു പരിധിവരെ കേന്ദ്രം നിശ്ചയിച്ച തരത്തിലേക്ക് കേരള സർക്കാരിന് ദേശീയതയിലേക്ക് ചേർന്ന് നിൽക്കേണ്ടി വരുന്നു എന്ന് വിശ്വസിച്ചു പോയവർക്ക് ആ വിശ്വാസം തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടിയിട്ടാണ് ഈ വി.ഡി. സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കേരള മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിൽ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു എങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആ വന്ദേമാതരം എന്ന് പറയുന്ന ഗീതം അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ട് ചൊല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കൂടെ സഹകരിക്കുന്ന മറ്റു തീവ്രമായിട്ടുള്ള മതചിന്തകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ദേശീയതയ്ക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചില ആളുകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആദ്യം ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയായിരുന്നേനെ. അതുകൊണ്ട് ഈ പുകഴ്ത്തലുകളും വാഴ്ത്തിപ്പാട്ടുകളുമൊക്കെ നാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ആ ശരിയായിട്ടുള്ള നേർചിത്രം അതുകൂടി മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. നന്ദി, നമസ്തേ.